ചഞ്ചലം മകരകുണ്ടലം ഓം വിഘ്നേശ്വരായ നമഃ ഓം വിനായകായ നമഃ ഓം മേഘവന്തി നമഃ ഓം ധൂമ്രവർണ്ണായ നമഃ ഓം കൃഷ്ണവർണ്ണായ നമഃ ഓം ദേവി അമ്മേ മഹാലക്ഷ്മി നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശങ്കചക്രഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ അമ്മേ മഹാലക്ഷ്മി ஆயிரையும் காணும் பாலையும் காணும் எங்க போய் கிடக்குறேன் விக்னேஸ்வரா விக்னேஸ்வரா ஆடு வந்ததுன்னு சேஷம் சாய குடிக்கான ஆடு வந்தா மதி ஓம் நமோ பகவதே வாசுதேவாய ஓம் நமோ பகவதே வாசுதேவாய ஓம் நமோ பகவதே வாசுதேவாய நமோ பகவதே வாசுதேவாய ஓம் நமோ பகவதே வாசுதேவா சீக்கிரமா மாவு எழுறி இன்னும் சட்னியே அரைக்கலே ஓம் நமோ பகவதே வாசுதேவாய ஓம் நமோ பகவதே வாசுதேவாய ஓம் நமோ பகவதே வாசுதேவாய மணி 6 ஆச்சு இன்னும் ஒன்னும் ரெடி ஆகலை சீக்கிரம் ஆவுட்டண்டி சாவித்திரி ஆமா காயத்ரி எங்க அவ இன்னும் குளிக்கலையா அக்காதான் முதல்ல குளிச்சா அப்பா என்ன பொண்ணும் இது இதோ பாரு நீ இந்த வடைய பாரு நான் இதோ வரேன் காயத்ரி காயத்ரி உள்ள எவ்வளவு வேலை கிடக்கு இன்னும் கண்ணாடி முன்னாலேயே நின்று இருக்கியே கடைக்கு போனா சுப்பு திட்டுவான் வா வா வந்து வேலையை பாரு ஐயோ மாமி இன்னைக்கு எனக்கு ஸ்பெஷல் கிளாஸ் உண்டு இதோ பாரு ஸ்பெஷல் கிளாஸ் ஆகுது மண்ணாங்கட்டியாவது கடைக்கு பலகாரம் எடுத்துட்டு போகணும் அதுக்கப்புறம் போனா போதும் ஸ்பெஷல் கிளாஸும் அதுவும் இதுவும் வா பார்த்தாலும் ஒரு ஸ்பெஷல் கிளாஸ் இருக்கு എന്താടാ ഇത്ര വൈകിയത് വൈകിയതല്ല സമയം വൈകിയത് നീ രാവിലെ മലയാളം ഒന്നും എന്നെ പഠിപ്പിക്കണ്ട ഞാൻ രാവിലെ അവളുമായിട്ടൊന്ന് ഉടക്കി ആരുമായിട്ട് നാരായണി എന്താ കാര്യം ഞാൻ കറക്കാൻ അവളെ അകടി പിടിച്ചതും അവള് രണ്ടു കാലം പോയി ഒറ്റ തൊഴി പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല ആദ്യം രണ്ടും പിടിച്ചു കിട്ടി പശുവിന് വല്ലതും അസുഖമായി കാണും നീ നേരത്തെ പോയി പാല് കഴിച്ച് ചായ കുടിക്കാൻ ആള് വരാതായി ഓ ആ പേപ്പറോ പഞ്ചാബിൽ ഭീകരർ 14 പേരെ വധിച്ചു എന്നാ വധിക്കാത്തത് മുരളി സാറേ മുരളി സാറേ മുരളി സാറേ സുന്ദരമായ ഒരു സ്വപ്നം കണ്ട് കിടന്നതാ അത് നശിപ്പിച്ചു വെളുപ്പാങ്കാലത്ത് സ്വപ്നം കണ്ട അത് ഫലിക്കുമെന്നാ പ്രമാണം ആരെന്ത് സ്വപ്നം കണ്ടത് വയസ്സും പ്രായമൊക്കെ ആയില്ലടോ തനിക്കിനി അതറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ ഇപ്പോഴാണ് സാറേ അതൊക്കെ അറിയാനുള്ള സമയം തെളിഞ്ഞു വന്നിരിക്കുന്നത് മതി മതി താൻ പോയേ രാവിലെ തന്നെ മനുഷ്യന്റെ ഉറക്കവും കളഞ്ഞു സാറേ എനിക്ക് കുറച്ച് ഗുളിക വേണം എന്ത് ഗുളിക ഈ ശരീരം ഒന്ന് ഗ്ലാമറാക്കാനാ സാറിന്റെ കയ്യിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരുപാട് ഗുളിക കാണുമല്ലോ ഇനി ഇത് ഗ്ലാമർ ആക്കിയിട്ട് എന്ത് ചെയ്യാനാ അതൊക്കെയുണ്ട് ഞാൻ പറയാം എന്താണോ സാർ ആരോടും പറയരുത് താൻ കാര്യം എന്താണെന്ന് വെച്ചാ പറ എനിക്കൊരു കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് അപ്പൊ തനിക്കിനി അധികം കാലം ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമില്ലേ അതെന്താ സാർ അങ്ങനെ പറഞ്ഞത് തന്റെ ഈ ശരീരപ്രകൃതി അനുസരിച്ച് കല്യാണം കഴിച്ചാൽ ഒരു 10 ദിവസം പോലും തികച്ച് താൻ ജീവിച്ചിരിക്കുമെന്ന് വിചാരിക്കണ്ട അതിനല്ല സാർ ഞാൻ ഗുളിക ചോദിച്ചത് ഒരു തയ്യാറെടുപ്പ് ഇത് ഓരോ ഗുളിക വീതം ദിവസം 3 നേരം കഴിച്ചാൽ മതി ഒരാഴ്ച കഴിയുമ്പോ ഒന്ന് ഉഷാറാവും എന്തിനാ സാർ ഒരാഴ്ച കാത്തിരിക്കുന്നത് ഇന്ന് തന്നെ മുഴുവൻ കഴിച്ച് ഇന്ന് തന്നെ വിവരം അറിയാലോ അപ്പൊ ഇന്ന് തന്നെ വിവരം അറിയും അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ കേട്ടാ മതി ഓ എന്നെ സ്വാമി വിളിക്കുന്നു ഞാൻ പോട്ടെ അതല്ലേ சீக்கிரமா வாங்கடி நான் இந்த பலகாரத்தை கடைக்கு கொண்டு போய் கொடுத்துட்டு வீட்டுக்கு போய் சமையல பண்ணி மத்தியானத்துக்கு இங்க எடுத்துட்டு வரணும் 2 கால் எட்டி போடுங்கடி ആ വായി നോക്കി അവിടെ തന്നെ നിൽപ്പുണ്ട് അപ്പക്കിട്ട് എത്ര വർഷം പറഞ്ഞത് അയാൾ അവിടുന്ന് പറഞ്ഞു വിടണമെന്ന് കണ്ണെടുക്കാതെ വീഴ്ചകളെ നോക്കി നിൽക്കും കണ്ണിരുന്ന് മൂടിയെടുക്കണം கேட்காமலும் நேரம் இட்லி சாப்பிட வந்தவங்க எல்லாம் திரும்பி போயாச்சே நான் ஒண்டிக்காரி என்னடா பண்றது இட்லியை போடுவேனா வடைய போடுவேனா இந்த காயத்ரி அவ குளிச்சுட்டு ட்ரெஸ் பண்ணி வெளியில வரதுக்கு 1.5 மணி நேரம் ஆறுது குட் மார்னிங் மாமி குட் மார்னிங் டா നേരെ ഒരു ചായ സാറ് കുറച്ചൊരു ചായ കുടിച്ചതല്ലേ ഓഹോ ഒരു ദിവസം ഒരു ചായ കൂടുതൽ കുടിക്കാൻ പാടില്ല എന്ന് നിയമം വല്ലതുണ്ടോ നിയമമൊന്നുമില്ല
സാറ് കുറച്ചു മുമ്പ് ഒരു ചായ കുടിച്ച കാര്യം മറന്നുപോയി കാണുമെന്ന് വിചാരിച്ച് ചോദിച്ചതാ. മുരളി സാറ് ചായ 2 വട ഒരു ചായ. ഓ സാറേ ചായ. അവിടെ 1.25. சுப்ரு அந்த ராமன் கடையில மைதா வாங்காதே, கொஞ்சம் கூட நல்லா இல்லை. ஒரே பூச்சி பிசு பிசுன்னு ஒட்டுறது. வேற ஏதாவது கடையில வாங்கி அனுப்பு. வாங்கலேண்டி, காலேஜுக்கு நேரமாலே போலாம். 2 ചായ. മുരളി ബാക്കി ഇവിടെ നിർത്തണേ. ഇതൊക്കെ മതി. അസോസിയേറ്റ്സ്. Excuse me, madam. Yes, May I meet Mr. Muralidhara Menon? please wait. Oh. Your good name, please? പ്രേമചന്ദ്രനും അഡ്വക്കേറ്റ് ജോസ് കുര്യനും വന്നെന്ന് പറഞ്ഞാൽ മതി. ഹലോ, മുരളി സാറല്ലേ? രണ്ടുപേർ കാണാൻ വന്നിരിക്കുന്നു. വരാൻ പറയും. അകത്തേക്കല്ലോ. യെസ്, കം ഇൻ. എവിടെയായിരുന്നു രണ്ടുപേരും? ഒരാഴ്ചയായിട്ട് കാണുന്നേയില്ല. കുറച്ച് ദിവസമായി ഒരു കേസിന്റെ ആവശ്യത്തിന് വേണ്ടി ട്രിവാൻഡ്രത്തിന് പോയിരിക്കുകയായിരുന്നു. അത് ശരി. ഞങ്ങളുടെ കാര്യം എന്തായി? പട്ടരോട് നീ ചോദിച്ചോ? ചോദിച്ചാൽ അയാൾ സമ്മതിക്കില്ല. എന്നോട് തന്നെ അവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് പൊളിച്ചെന്തോ ഹോട്ടലോ ലോഡ്ജോ ഒക്കെ പണിയാൻ പോവാത്രേ. ഒഴിഞ്ഞു കൊടുക്കൊന്നും വേണ്ട. നീ 2 കൊല്ലത്തോളമായി അവിടെ താമസിക്കല്ലേ? എനിക്ക് ഒഴിയാൻ താല്പര്യം ഉണ്ടായിട്ടല്ല, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ നല്ല രാശിയുള്ള സ്ഥലവാ. അങ്ങനെയാണെങ്കിൽ ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടും അവിടെ താമസിക്കാം. ഇപ്പോഴത്തെ ലോഡ്ജിലാണെങ്കിൽ കറണ്ടും ഇല്ല, വെള്ളവും ഇല്ല, ഒരു പുല്ലും ഇല്ല. അവിടെ നീ ഒറ്റയ്ക്കില്ലേ? നമുക്കൊന്നിച്ച് അവിടെ കൂടാം. മാത്രമല്ല പട്ടരുടെ ഒഴിപ്പിക്കൽ ഭീഷണി നേരിടാൻ മോറൽ സപ്പോർട്ടിന് ആളുമായി. എന്നാൽ ഇന്ന് വൈകിട്ട് തന്നെ ഞങ്ങളങ്ങ് വരാം. വൈകിട്ടൊന്നും വരണ്ട, സ്വാമി കടയടച്ച് പോയിട്ട് വന്നാ മതി. പിന്നെ നിന്റെ ഓഫീസിൽ കുറെ കേസുകളുണ്ടല്ലോ, നടക്കോ? അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ എന്റെ ജോലി പോകും. ആ റിസപ്ഷനിൽ ഇരിക്കുന്നതേ സർക്കിൾ ഇൻസ്പെക്ടറുടെ മോളാ. ധാതുബലത്തിനുള്ളതാണെങ്കിൽ ഞാൻ എടുത്തോട്ടെ. അയ്യോ, അത് വയറിളക്കാനുള്ള മരുന്നാ. വല്ല വൈറ്റമിനോ ടോണിക്കോ ഒക്കെ ഉണ്ടെങ്കിൽ താടേ. എക്സ്പയറി ഡേറ്റ് കഴിയട്ടെ, അപ്പൊ തരാം. ആ വാ. എക്സലന്റ്, കൊള്ളാം. എന്നാ വളരെ മോശമാണെന്ന് പറയാം. അയ്യോ, എന്നമ്മ ഇவ்வளவு കോപം? മതി, എപ്പോഴെങ്കിലും പറഞ്ഞ സമയത്ത് വന്നിട്ടുണ്ടോ? അത് കൊള്ളാം. എൻ വേല അതായി പോച്ചില്ലേ ഈ മെഡിക്കൽ റെപ്പ് താനങ്ങളെ. അയ്യോ, തമിഴ് പറഞ്ഞു പഠിക്കുക. എന്റെ പട്ടത്തിക്കുട്ടി എത്ര കിലോമീറ്റർ സ്പീഡിൽ ഓടിച്ചിട്ടാണെന്ന് അറിയാവോ ഇപ്പോഴെങ്കിലും ഇവിടെ എത്തിയത്? അയ്യോ, ഓവർ സ്പീഡിലൊക്കെ വണ്ടി ഓടിച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ? അത് കൊള്ളാം. സ്പീഡിൽ വണ്ടി ഓടിക്കാനും പാടില്ല, സമയത്തിന് എത്തുകയും വേണം. ഒരു കാര്യം ചെയ്യാം, ജോലി എങ്ങനെ റിസൈൻ ചെയ്യാം? ജോലി ഇല്ലാതെ പിന്നെങ്ങനാ? അത് ബുദ്ധിമുട്ടാവില്ലേ? അയ്യടാ, ജോലിയും കളഞ്ഞ് നിന്റെ അച്ഛൻപട്ടരുടെ കടയിൽ ഞാൻ സപ്ലൈറായിട്ട് നിൽക്കാം. അയ്യോ, ബസ്സിലിരുന്ന് ആരോ നോക്കുന്നു, ദൈവമേ. ഇതാണ് കുഴപ്പം. നിന്റെ അടുത്ത് മനസമാധാനമായിട്ടൊരു വാക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. എന്താ ഇത്? കണ്ടറിഞ്ഞൂടെ കാസറ്റ്? ഏത് പടത്തിന്റെ? പടത്തിന്റെ അല്ല, ഇതെന്റെ ആത്മാവിന്റെ ശബ്ദമാണ്. കേട്ട് കഴിഞ്ഞിട്ട് ഇതിനകത്ത് തന്നെ റിപ്ലൈ തരണം. ഞാൻ തീർത്ത
സ്വർഗമണ്ഡപത്തിലെ என் அருமை காதலியே, உன்னை சந்திப்பதுக்கு எவ்வளவு தொல்லை. என் கனவிலும் நீயே, என் நினைவிலும் நீயே. നിന്റെ തന്ത പട്ടര ഞാനുണ്ടല്ലോ. இது ஏன் கேசட் நீ ஏன் எடுத்த? நான் பாட்டு கேட்டுட்டு இருக்கடி. வேண்டாம் வேண்டாம், நீ ஒண்ணும் கேட்க வேண்டாம். ஐயோ விடுடே. போடி. மாமி. பிசாசிகளா என்ன நீ கேளடா? மாமி இது கேசட். ஏய், உங்க போய் பாத்திரம் தேய்க்க சொன்னேன்ல. போய் பாத்திரம் தேய்ப்பா. டா, நீ போய் படி. எப்ப பார்த்தாலும் ஒரே சண்டை. உன்னை வந்து கவனிச்சுக்கிறேன். இவ்வளவு வேலை கிடக்கிறது. எப்ப பாரு கீரியும் பாம்பு மாதிரி ரெண்டு சண்டை தான். குழாய மூடி தண்ணி போறது பாரு. இத கூட ஆரம்பிக்கும். இரு இன்னைக்கு உங்க அப்பா மாட்டோம். நான் சொல்றேன்னா இல்லையான்னு பாரு. அவளுக்கு எப்ப பார்த்தாலும் உங்க கூட சண்டை போடுறதுக்கு தான் நேரம் சரியா இருக்கு. അയാളോട് നമ്മ വിഷയത്തെ പറ്റി ഞാൻ ചൊല്ല പോകുകേൻ. നിന്നെ എനിക്ക് കല്യാണം പണി കൊടുത്തില്ലെങ്കിൽ അയാളെ കൊന്നു വിട്ടിടും ഞാൻ. മര്യാദയാ അറിയാൻ പാടില്ലെങ്കിൽ എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത്? മലയാളത്തിൽ പറഞ്ഞാ പോരെ? അയ്യോ, ബസിന്റെ അകത്തിരുന്ന ഒരാൾ നോക്കിയല്ലേ, അയാളോട് പോയി ചാകാൻ പറ. ഇന്ന് നമ്മുടെ പ്രേമത്തിന്റെ 10 ബർത്ത്ഡേ. പ്രേമം മനസ്സിൽ ജനിക്കുകയാണല്ലോ. അപ്പൊ പിന്നെ ബർത്ത്ഡേ എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ഗായത്രി ഒന്ന് ആലോചിച്ചു. ഒരു വർഷത്തിനിടയിൽ മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ പോലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ ഗായത്രിയുടെ പേടി. എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? കാമുകിമാരെല്ലാം ഇങ്ങനെ പേടിക്കാൻ തുടങ്ങിയാൽ ഇവിടെ ഒരു ഓഡിയോ കാസറ്റ് തരംഗം തന്നെ ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല. ചിരിക്കണ്ട, ഞാനൊരു ഫാക്ട് പറഞ്ഞേ ഉള്ളൂ. ചിരിക്കണ്ട, ഞാനൊരു ഫാക്ട് പറഞ്ഞേ ഉള്ളൂ. സ്നേഹം മനസ്സിൽ ഒതുക്കി വെക്കാനുള്ളതല്ല, പ്രകടിപ്പിക്കാനുള്ളതാണ്.